റീസെല്ലിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ റീസെല്ലിംഗ് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഹോൾസെയിലേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യും. എങ്ങനെ നമുക്ക് നല്ലൊരു ഹോൾസെയിലറിനെ ഐഡന്റിഫൈ ചെയ്യാം? അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോൾസെയിലറുടെ ബയോ നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇൻഫർമേഷൻസിൽ നമ്മൾ നോക്കേണ്ടത് അവരുടെ കോൺടാക്ട് നമ്പർ നോക്കണം, വെബ്സൈറ്റ് നോക്കണം, അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൽ ഐ ഡി ആണോ കൊടുത്തിട്ടുള്ളത് നോക്കണം. നമ്മൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിയുമ്പോൾ വാട്സപ്പ് മെസ്സേജ് അയക്കാനായിട്ടുള്ള മെസ്സേജ് ഒക്കെ നമുക്ക് തരും. അപ്പം നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാട്സാപ്പിൽ അവരുടെ കാറ്റലോഗ് പ്രോപ്പർ ആയിട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഇനി അത് മാത്രമല്ല, ചിലപ്പോൾ കാറ്റലോഗ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് എത്ര നാൾ മുതലുള്ള കാറ്റലോഗ്സ് അതിലുണ്ടെന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലുക്ക് അറ്റ് ദ പോസ്റ്റ്. അവർ ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അവർ കൊടുത്തിട്ടുള്ള പോസ്റ്റുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണോ, എത്ര നാൾ മുന്നേ അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റുകൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ റീചെക്ക് ചെയ്യുക. ഹോൾസെയിലേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പല അക്കൗണ്ട്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു എൻക്വയറി നടത്തുമല്ലോ. അപ്പോൾ ആ സമയത്ത് അതിലുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് സെയിം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു പ്രൊഫൈലിന് വന്നിരിക്കുന്നതെന്ന് നമ്മൾ റീചെക്ക് ചെയ്യണം. അത് മാത്രമല്ല, അവരുടെ പോസ്റ്റിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് വളരെ ചീപ്പായിരിക്കും. ചീപ്പ് റേറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ വില കുറവിൽ കിട്ടുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് എത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ പോസ്റ്റുകൾക്കിടയിലുള്ള കമന്റ്സും ആ ഒരു പോസ്റ്റിന്റെ എൻഗേജ്മെന്റും എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം. കമന്റ്സിന്റെ ഉള്ളിൽ വെരി നൈസ് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ള റിപ്പീറ്റഡ് കമന്റ്സ് ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അവരുടെ സ്റ്റോറീസ് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഹൈലൈറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഹൈലൈറ്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ പ്രോപ്പർ ഫീഡ്ബാക്ക് അതിൽ കൊടുത്തിട്ടുണ്ടോ എന്നും കൂടെ നമ്മൾ റീചെക്ക് ചെയ്യണം. സ്പെഷ്യലി കസ്റ്റമർ റിവ്യൂസോ ഫീഡ്ബാക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ അക്കൗണ്ടിനെ ഫോളോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റ് വൺ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പേയ്മെന്റ് ആൻഡ് ഡെലിവറി എങ്ങനെയാണെന്ന് നോക്കണം. നമ്മളൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഫുൾ പേയ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. UPI ട്രാൻസാക്ഷൻസ് ചോദിക്കുക, സ്പെഷ്യലി അഡ്വാൻസ് പേയ്മെന്റുകളൊക്കെ ചോദിക്കുക, ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും. ക്യാഷ് ഓൺ ഡെലിവറി അവർ തീർച്ചയായിട്ടും റിഫ്യൂസ് ചെയ്യും. ഇനി അത് മാത്രമല്ല, സംടൈംസ് ക്യാഷ് ഓൺ ഡെലിവറി അവർ ആക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഡെലിവറി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക, അത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആസ് എ റീസെല്ലർ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ഹോൾസെയിലറിനെ ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്